ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നോൺ മുസ്ലിം പ്രാതിനിധ്യത്തിന് വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഒക്കെ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നവരുണ്ട്. അവര് ഇപ്പൊ ഈ കേസ് സുപ്രീം കോടതിയെ കൊടുത്തപ്പോൾ അവർ കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. എന്താ? നോൺ മുസ്ലിമിനെ വെക്കേണ്ടത് സർക്കാരാണ്, സർക്കാർ അത് ചെയ്യുന്നില്ല, ഞങ്ങൾ അതിന് കുറ്റക്കാരല്ല. അവർ കൊടുത്ത അഫിഡവിറ്റ് പരിശോധിച്ച് നോക്കൂ. ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന കേസിൽ ഈ പറഞ്ഞ രണ്ടാളുകൾ, ചെയർമാനും മറ്റൊരു ബോർഡ് അംഗവും, അവരവിടെ ചെല്ലുമ്പോൾ കളം മാറ്റിച്ചവിട്ടുകയാണ്. എന്താ പറഞ്ഞത്? നോൺ മുസ്ലിമിനെ വെക്കേണ്ടത് സർക്കാരാണ്, സർക്കാർ വെക്കുന്നില്ല. ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ? ഇത് വെക്കാൻ വേണ്ടി ഇവിടെ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ് സംഗതി. നമ്മുടെ രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം പാസ്സാകുന്നതിന് മുമ്പ് അതിനെതിരെ അതിശക്തമായി രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ പാസ്സായി കഴിഞ്ഞപ്പോൾ അത് നിയമമാണ്. എന്നിട്ടും ഞങ്ങൾ എല്ലാ വിഷയത്തിൽ രംഗത്ത് വന്നത്, ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന വഖഫ് ബോർഡിലെ നോമിനേഷനെ കുറിച്ച് പല വിധത്തിലുള്ള ഇറഗുലാരിറ്റി പറഞ്ഞതിൽ ഒന്നാണ് ഈ പ്രശ്നം. ഏതായിരുന്നാലും ഈ പ്രശ്നം സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. തമിഴ്നാട് കേസുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി പറയട്ടെ. രാജ്യത്ത് കോടതികൾ പറയുന്നത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ സുപ്രീം കോടതി അതിൽ എന്താണ് നിലപാട് സ്വീകരിക്കുക? വഖഫ് ഭേദഗതി നിയമം പാസ്സായിട്ടുണ്ട്, അതിലുള്ളതാണ് ഈ രണ്ട് നോൺ മുസ്ലിം ഇഷ്യൂ. അത് ധൃതിപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. ആ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇതേ പ്രശ്നം സുപ്രീം കോടതിയിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. സുപ്രീം കോടതി പറയുന്നതാണ് രാജ്യത്തെ നിയമം. അത് പറയുമ്പോൾ അപ്പം ആലോചിക്കാം. വഖഫ് ബോർഡിന് യോഗം ചേരാം. അല്ല, വഖഫ് ബോർഡ് കേസ് നിലനിൽക്കുമ്പോൾ അത് സംബന്ധിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു യോഗം വിളിക്കുന്നതൊന്നൊരു ശരിയായ രീതിയല്ല. ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിന് അതിൽ പലതും ആക്ട് ചെയ്യാം, ഞങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ കോടതിയിൽ കേസ് ഉണ്ടായത് കൊണ്ടാണ് നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുന്നത്. ആ വഖഫ് ബോർഡിലെ പല നോമിനേഷനും ശരിയല്ല. അതൊക്കെ വിത്ത് ദ പ്ലഷർ ഓഫ് ഗവൺമെൻറ്റിന് പിന്നെ ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ അത് നോമിനേറ്റ് ചെയ്യാം. എന്താ ഞങ്ങൾ നോമിനേറ്റ് ചെയ്യാത്തത്? ദ കേസ് ഈസ് പെൻഡിങ് ബിഫോർ ദ കോർട്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലാണ് കേസിൽ കോടതി പറയട്ടെ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യും. അല്ല, നമ്മൾ കോടതി കേസ് തീർപ്പാകുന്നത് വെയിറ്റ് ചെയ്യാം. അതിനനുസരിച്ചാണ്. അല്ല, സർക്കാരിൻ്റെ നിലപാട് അത് സമയോചിതമായി ഓരോ സമയത്തും തീരുമാനിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ നിങ്ങൾ ഇങ്ങനെ എത്ര നിസ്സാരമായൊരു സംഗതിയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇതിന് എത്ര ചെറിയ ഒരു പെറ്റി പൊളിറ്റിക്സിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അതല്ലല്ലോ ഇതിലെ വിഷയം. നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതല്ലല്ലോ ഇതിലെ വിഷയം. അതിലൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടല്ലോ. അപ്പോൾ അതല്ല ഇവിടുത്തെ സാഹചര്യം. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിലാണ് കേസുള്ളത്. സുപ്രീം കോടതി പോയവരോടും ഹൈക്കോടതിയിലേക്ക് തന്നെ വരാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. കോടതി തീരുമാനിക്കട്ടെ. കോടതിയുടെ തീരുമാനം ഞങ്ങൾ നടപ്പാക്കും. നാളത്തെ ക്യാബിനറ്റിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഉപസമിതി ചർച്ച ചെയ്യുന്നു കാര്യങ്ങൾ. അത് പ്രകാരമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അതിൽ ധൃതി കൂട്ടല്ലേ, വൈകാതെ വരും. വഖഫ് വിഷയത്തിൽ പുതുതായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീം കോടതി ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഈ ഘട്ടത്തിൽ.